പുതിയ നിയമം കുറ്റബോധത്തിൽ നിന്ന് രക്ഷിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെ. ധ്യാനത്തിനായിട്ട് 21-22 വാക്യങ്ങൾ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. നന്മയോ തിന്മയോ എന്തു തന്നെയായാലും താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണല്ലോ ഭാരതീയരുടെ വിശ്വാസം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ സങ്കല്പവും അതുതന്നെയാണ്. ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടണമെന്നും ശിഷ്ടന്മാർ അനുഗ്രഹിക്കപ്പെടണമെന്നുമുള്ള സങ്കല്പം സർവ്വജനനീയമാണ്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, അവിടുത്തെ അസ്ത്രങ്ങൾ എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു എന്നിങ്ങനെ പശ്ചാത്താപത്തിൽ ഉരുകിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവും അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും ദൈവ ശിക്ഷയുടെ കൂരമ്പുകളാണെന്ന് വിശ്വസിക്കുന്നു. 51-ാം സങ്കീർത്തനം. അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനുഷ്യർ തെറ്റ് ചെയ്യാറുണ്ട്. ഹൃദ്രോഗികൾ പുകവലിക്കരുതെന്നും പ്രമേഹ രോഗികൾ പഞ്ചസാര കഴിക്കരുതെന്നും ഡോക്ടർമാർ വിലക്കിയിട്ടുണ്ട്. എന്നാൽ ചിലർ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വിലക്ക് ലംഘിക്കുന്നു. അതിൻ്റെ ദോഷഫലം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കണം എന്ന പഴഞ്ചൊല്ല് പോലെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നവർ കരുതുന്നു. അപരാധബോധം നമ്മെ നിത്യ ദുഃഖത്തിലാഴ്ത്തുന്നു. അതിനൊരു ദൃഷ്ടാന്തമാണ് ജാനറ്റ് എന്ന യുവതിയുടെ കഥ. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജാനറ്റ് സഖ്യകക്ഷികളുടെ നാവികസേനാ വിഭാഗത്തിൽ ചേർന്നു. പോർ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ അവൾ വിദഗ്ധയായിരുന്നു. ഒരു ദിവസം ഒരു വിമാനം താണു പറക്കുന്നതായി അവൾ കണ്ടു. ശത്രു വിമാനമാണെന്ന് കരുതി അവൾ വെടിവെച്ച് വീഴ്ത്തി. കത്തിക്കരിഞ്ഞു വീണ ആ വിമാനത്തിൽ 7 സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ജഡം കാണപ്പെട്ടു. അവർ ജർമ്മനിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേഷം മാറി വന്ന സഖ്യകക്ഷിയിൽപ്പെട്ടവർ തന്നെയായിരുന്നു. സ്വയം കീഴടങ്ങുവാനുള്ള സൂചന കാട്ടിക്കൊണ്ടാണ് ആ വിമാനം താണു പറന്നത്. അത് ശ്രദ്ധിക്കാതെയാണ് ജാനറ്റ് വെടിവെച്ചത്. സ്വന്തം ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയതിൽ അവൾ പശ്ചാത്തപിച്ചു. പക്ഷേ തൻ്റെ ഹൃദയത്തെ ഞെക്കിപ്പിഴിഞ്ഞ കുറ്റബോധത്തിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അവളുടെ കാമുകൻ അപമൃത്യുവിന് ഇരയായി. അടുത്തു തന്നെ അവളുടെ പിതാവും അപകടമരണം പ്രാപിച്ചു. അങ്ങനെ തുടരെ 6 അനിഷ്ട സംഭവങ്ങൾ അവളുടെ ജീവിതത്തിലുണ്ടായി. അവയെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയാകുന്ന അസ്ത്രങ്ങളാണെന്ന് അവൾ കരുതി. അടുത്ത ശരം തൻ്റെ നേർക്കായിരിക്കും എന്ന് അവൾ ഓർത്തു. ഇങ്ങനെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ അവൾ ഉറക്ക ഗുളികകൾ അമിതമായി കഴിച്ച് ആത്മഹത്യ ചെയ്തു. ജാനറ്റിനെ പോലെ പഴയ നിയമത്തിലെ ദൈവശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട്. ദൈവം ക്ഷമിക്കുന്നവനാണ് എന്ന യാഥാർത്ഥ്യം യേശു ക്രിസ്തു തൻ്റെ കുരിശിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. ഇതാണ് പുതിയ നിയമത്തിലെ ദൈവശാസ്ത്രത്തിൻ്റെ കാതൽ. അപരാധങ്ങൾ ക്ഷമിക്കുന്ന ദൈവം കുറ്റബോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ഈ വിശ്വാസത്തോടുകൂടിയുള്ള പശ്ചാത്താപമാണ് നമ്മെ വിമോചനത്തിലേക്ക് നയിക്കുന്നത്. ഓർക്കണമേ, ജീവിതം ഹ്രസ്വമാണ്. പക്ഷേ നശിക്കാൻ ആഗ്രഹിക്കുന്നവനെ നശിപ്പിക്കുവാൻ തക്ക ദൈർഘ്യം അതിനുണ്ട്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.